ഹരി ഓം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിശ്വകുടുംബം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷ്ണുയോഗ 8ാമത്തെ പാഠമാണ്. 7 പാഠത്തിൽ കൂടെ നമ്മൾ വളരെയധികം കാര്യങ്ങൾ പഠിച്ചു. അതിനകത്ത് പ്രധാനമായിട്ടും ഭക്തിയുടെ 26 പ്രയോജനങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇന്നലത്തെ പാഠത്തിലൂടെ നമ്മൾ ഒരു ഭക്തന് ഒരു ദിവസം എന്തൊക്കെയാണ് അനുഷ്ഠിക്കേണ്ടത്, എന്തൊക്കെ ജീവിതചര്യകളാണ് ഒരു ഭക്തൻ ഫോളോ ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ഇപ്പം അവസാനം പഠിച്ചിരിക്കുന്നത്. ഇനി 1-2 കാര്യങ്ങളോട് പഠിച്ചിട്ട് നമുക്ക് ഇനി അടുത്ത അധ്യായമായ കർമ്മത്തിലേക്ക് പോകാം. അത് നമുക്ക് നാളെ പഠിക്കാം. ഇന്ന് നമ്മൾ ഭക്തിയുടെ അവസാനത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഭക്തി എന്ന് പറയാൻ നമുക്കറിയാം ഭഗവാനോടുള്ള പ്രേമമാണ്. ആ ഭഗവാൻ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മുടെ ഹൃദയത്തിലാണ് ഭഗവാന്റെ വാസസ്ഥാനം. നമ്മളെയും മറ്റ് സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ഏകനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിനെയാണ് നമ്മൾ സൃഷ്ടാവ്, പ്രപഞ്ചനാഥൻ, ജഗത്കാരണൻ, ജഗദീശ്വരൻ, പരമേശ്വരൻ, അങ്ങനെ പല പല പേരുകൾ നമ്മൾ അദ്ദേഹത്തെ പറയാറുണ്ട്. അത് മറ്റാരുമല്ല, ഏകനായ ഭഗവാൻ നാരായണനാണ്. നാരായണൻ എന്ന് പറഞ്ഞാൽ നാരം അയനം യസ്യസ് നാരായണ, നാരത്തിൽ കിടക്കുന്നവൻ, അതായത് ജലത്തിൽ കിടക്കുന്നവൻ എന്നാണ് നാരായണന്റെ അർത്ഥം. നാരായണനിൽ നിന്നാണ് നരൻ ഉണ്ടായിരിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്ന ജലത്തിൽ നിന്നാണ്. നമുക്കറിയാം നമ്മൾ ജനിച്ചിരിക്കുന്നത് മാതാവിൻ്റെ പിതാവിൻ്റെയും ബീജത്തിൽ നിന്നും അണ്ടത്തിലുമാണ്. ഇത് രണ്ടും കിടക്കുന്ന വെള്ളത്തിൽ തന്നെയാണ്. അതിനുശേഷം ഒരു ഭ്രൂണം കിടക്കുന്ന മാതാവിൻ്റെ ഗർഭത്തിലെ ജലത്തിൽ തന്നെയാണ്. അതുപോലെ ഒരു വിത്ത് നമ്മളിട്ടാൽ അത് കിളിക്കണമെങ്കിൽ നമ്മൾ അതിന് നന്നായിട്ട് ജലം കൊടുക്കേണ്ടതുണ്ട്. ജലം കൊടുക്കാതെ അത് ഒരിക്കലും വളരുകയില്ല. അപ്പോൾ ഏതൊരു സൃഷ്ടി നടക്കണമെങ്കിൽ അതിന് ജലം കൂടിയേ തീരൂ. അപ്പോൾ ഈ ജലത്തിൽ നിന്ന് സൃഷ്ടി നടത്തുന്നവനാണ് നാരായണൻ. ഭഗവാന് നാരായണനെക്കാട്ട് യോജിച്ച വേറൊരു പേരുമില്ല. അപ്പം ഇനി ഭഗവാനോട് ഭക്തി മാത്രം പോരാ, ഭക്തിയും ദിനചര്യകളും നമുക്ക് വേണം. ഭക്തി എന്ന് പറഞ്ഞാൽ അത് പ്രേമമാണ്, എല്ലാവരോടുമുള്ള പ്രേമം. നമുക്ക് നമ്മളോട് പ്രേമം തോന്നുമ്പോൾ നമുക്ക് മറ്റുള്ളവരോടും പ്രേമം തോന്നും. നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെപ്പോലെയാണല്ലോ മറ്റുള്ളവരും എന്നുള്ളൊരു ബോധം ഉണ്ടാവുകയും നമുക്ക് മറ്റുള്ളവരോട് സ്നേഹം തോന്നുകയും ചെയ്യും. അതാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കും. ഇപ്പം നമുക്ക് നമ്മളോട് സ്നേഹമില്ലെങ്കിൽ നമ്മളെങ്ങനെ നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കും? അപ്പോൾ ആദ്യം നമുക്ക് നമ്മളോടാണ് സ്നേഹം വേണ്ടത്. നമുക്ക് നമ്മളോടുള്ള സ്നേഹമാണ് ഭഗവാനോടുള്ള സ്നേഹം. ഈ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ നമ്മൾക്ക് കണ്ടെത്തണം. അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം. നമ്മൾ ഒരു മനുഷ്യൻ ഒരു ജീവിത ചക്രമുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് വാട്ടർ സൈക്കിൾ എന്ന് കേട്ടിട്ടുണ്ട്. അത് ജലചക്രം എന്ന് പറയുന്നുണ്ട്. അത് ജലം സമുദ്രത്തിൽ നിന്നും ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബാഷ്പീകരണം ചെയ്ത് അത് വേപ്പറായി മാറും, അതായത് നീരാവിയായി മാറും. നീരാവിയായി മാറിയതിന് ശേഷം അത് മുകളിലേക്ക് ഉയർന്ന് വീണ്ടും മഴമേഘങ്ങളായി മാറി അത് തണുത്ത് മഴയായി ഭൂമിയിൽ പതിക്കുകയും അത് ചെറിയ തോടുകൾ വഴിയും ആറുകൾ വഴിയും അവസാനം സമുദ്രത്തിൽ ചെന്ന് ചേരുന്നു. അതായത് സമുദ്രത്തിൽ നിന്നും തുടങ്ങി സമുദ്രത്തിൽ തന്നെ വന്ന് ചേരുകയാണ് ജലഗണങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ജലത്തിൻ്റെ ഒരു ചക്രം പൂർത്തിയാകുന്നു. അതിനാണ് ജലചക്രം അഥവാ വാട്ടർ സൈക്കിൾ എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ പല സൈക്കിളുകളുണ്ട്. കാർബൺ സൈക്കിളുണ്ട്, നൈട്രജൻ സൈക്കിളുണ്ട്, ഈവൻ പൂമ്പാറ്റയുടെ ചിത്രശലഭത്തിൻ്റെ ലൈഫ് സൈക്കിളുണ്ട്. അതുപോലെ മനുഷ്യനൊരു ലൈഫ് സൈക്കിളുണ്ട്. നമ്മുടെ ആദ്യത്തെ ജന്മം ജലത്തിലാണ്, അതായത് ഏകകോശ ജീവിയായിട്ട് നമ്മൾ ജലത്തിൽ ജനിക്കുകയായിരുന്നു. അവിടെ നമ്മൾ പല പല ജന്മങ്ങൾ എടുത്തതിന് ശേഷം അവസാനം വന്നതാണ് മനുഷ്യജന്മത്തിൽ. അപ്പോൾ ഈ മനുഷ്യജന്മത്തിൽ വന്നു കഴിഞ്ഞാൽ മനുഷ്യനിൽ നിന്ന് വീണ്ടും നമുക്ക് പരിണാമം സംഭവിക്കും. ഈ പരിണാമം സംഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യനാണ് ദേവനായിട്ട് മാറുക. ദൈവമായിട്ടല്ല, മനുഷ്യൻ ദേവനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനിയുള്ള കലിയുഗത്തിൻ്റെ അവസാനം ഏകദേശം 20 വർഷം ബാക്കിയുണ്ട്. ഈ 20 വർഷം കൊണ്ട് ഈ മനുഷ്യരിലെ പകുതി ആൾക്കാരും ഈ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. അതായത് ഏകകോശ ജീവിയായി ജലത്തിൽ ജനിച്ച ജീവി പരിണമിച്ച് ആധുനിക മനുഷ്യനായി മാറി. ആ ആധുനിക മനുഷ്യൻ വീണ്ടും പരിണമിച്ച് ദൈവത്തിലേക്ക് മടങ്ങി ആ ദൈവത്തിൽ ചെന്ന് ചേരുന്ന ഒരു പ്രോസസ്സ് നടക്കും. ഇതിനെ നമുക്ക് ഹ്യൂമൻ ലൈഫ് സൈക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മനുഷ്യൻ്റെ ജീവിത ചക്രം. അപ്പം ഈ മനുഷ്യൻ ജലത്തിൽ നിന്നും തുടങ്ങി ജലത്തിൽ തന്നെ അവസാനിച്ചെങ്കിൽ അവൻ്റെ ചക്രം കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇനി നടക്കും. അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ 10 വർഷമായിട്ട് ഇവിടെ ഉണ്ടെങ്കിലും ഞാനിത് ഉപയോഗിക്കാറില്ലായിരുന്നു, മറ്റുള്ള വീഡിയോ കാണുകയുള്ളായിരുന്നു. ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ കൂടെ ഞാൻ ഇത് തന്നെയാണ് ലോകത്തിന് പകർന്നു കൊടുക്കുന്നത്. അതായത് ദൈവം എന്താണെന്നും മനുഷ്യൻ എന്താണെന്നും ദൈവം എവിടെ ഇരിക്കുന്നുവെന്നും ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ദൈവത്തിനെ തിരഞ്ഞ് നമ്മൾ വേറെ ഈ ലോകം മൊത്തം നടന്നാലും നമുക്ക് കിട്ടില്ല. നമ്മളൊരു അമ്പലത്തിൽ പോയാലും കിട്ടില്ല, പള്ളിയിൽ പോയാലും കിട്ടില്ല, മോസ്കിൽ പോയാലും കിട്ടില്ല, ഈ ഭൂമിയിൽ ഒരിടത്ത്
പോലും നമുക്ക് ഭഗവാനെ കിട്ടില്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അതിന് നമുക്ക് ഭക്തി ഉണ്ടാവണം, സ്നേഹം ഉണ്ടാവണം, പ്രേമം ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ ഭഗവാനിലെല്ലാം സമർപ്പിക്കണം. കാരണം ഈ ലോകം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഒന്നുമല്ല. ഈ ഭൂമി, ഇവിടുത്തെ ചരാചരങ്ങൾ ഭഗവാന്റെ സൃഷ്ടിയാണ്. നമ്മളൊക്കെ ഒരു കണക്കിന് പറഞ്ഞ വാടകക്കാരാണ് ഈ ഭൂമിയിൽ. അപ്പം നമുക്ക് ഭഗവാന്റെ നമ്മൾ ശരണം പ്രാപിക്കേണ്ടതുണ്ട്. അതിനാണ് പറയുന്നത് സർവധർമാൻ പരിത്യജ മാമേക ശരണം വ്രജ അഹം ത്വാം സർവ പാപേഭ്യ മോക്ഷയിക്ഷാമി മാം ശുച. ഇത് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായത്തിലെ 63-ാം ശ്ലോകമാണ്. ഇതിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, നീ നിന്റെ എല്ലാ ധർമ്മങ്ങളും, കർമ്മങ്ങളല്ല, എല്ലാ ധർമ്മങ്ങളും എല്ലാ ബന്ധനങ്ങളും ഉപേക്ഷിച്ച് നിന്റെ മനസ്സിലുള്ള സകല ദുഃഖങ്ങളും ദുരിതങ്ങളും നിന്റെ എല്ലാ ആദികളും വ്യാധികളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് നീ എന്നെ ശരണം പ്രാപിക്കുക. സർവധർമാൻ പരിത്യജ, എല്ലാ ധർമ്മങ്ങളും പരിത്യജിച്ച് മാമേക ശരണം വ്രജ, എന്നെ ശരണം പ്രാപിക്കുക. അഹം, ഞാൻ, ത്വാം സർവപാപേഭ്യ, ഞാൻ നിന്റെ എല്ലാവിധ പാപങ്ങളും, നീ ഇന്നുവരെ എന്തെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടില്ല, ആ പാപങ്ങളിൽ നിന്നെല്ലാം നിന്നെ ഞാൻ മോചിപ്പിച്ച് നിനക്ക് മോക്ഷം തരും. മോക്ഷം എന്ന് പറയുന്ന മരിച്ചു കഴിഞ്ഞുള്ള അവസ്ഥയല്ല. നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന മനസ്സമാനത്തോടു കൂടി രോഗങ്ങളില്ലാതെ സുഖശാന്തിയോട് കഴിയുന്ന ഒരു അവസ്ഥയാണ് മോക്ഷത്തിന്റെ അവസ്ഥ. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ഈ മോക്ഷത്തിന്റെ അവസ്ഥയിലെത്തി നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ആ അവസ്ഥയിലെത്തി എനിക്ക് നന്നായിട്ടറിയാം എങ്ങനെയാണ് മോക്ഷത്തിലേക്ക് ഒരാളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പം നമ്മുടെ ലക്ഷ്യം ഇതാവട്ടെ, അതായത് നമുക്ക് പരമമായ സത്യത്തിൽ എത്തിച്ചേരുക, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ കണ്ടെത്തി ശാന്തി സന്തോഷം അനുഭവിക്കുക. എന്നിട്ട് നമ്മുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ശാന്തി സമാധാനം കിട്ടിയെന്ന് നമ്മൾ വീട്ടിൽ ചടഞ്ഞുകൂടി ഇരിക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ കർമ്മങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. എല്ലാവരെയും സ്നേഹിക്കണം. കുടുംബത്തിനോടൊപ്പം ഈ വേൾഡ് എന്ന് പറയുന്ന, ഈ വിശ്വം എന്ന് പറയുന്ന ഒരു കുടുംബമാണ്. ഇവിടെ നമ്മളെല്ലാം സഹോദരന്മാരാണ്. നമുക്ക് അമ്മമാരായ ആൾക്കാരും അച്ഛന്മാരായ ആൾക്കാരും മക്കളായിട്ടുള്ള ആൾക്കാരും സഹോദരങ്ങളായിട്ടുള്ള ആൾക്കാരും എല്ലാം ഇവിടെയുണ്ട്. ഇവിടെ മൃഗങ്ങളും പക്ഷികളും എല്ലാം ഉണ്ട്. അവരെല്ലാം നമ്മളിൽ നിന്ന് അന്യമല്ല എന്ന ബോധത്തോടെ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ അവരെ സ്നേഹിക്കണം. നമ്മൾ മോക്ഷത്തിലെത്തണം, മുക്തിയിലെത്തണം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറണം. ഇതാകട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം. നന്ദി, നമസ്കാരം. ജയ് വിശ്വഗുരു വിഷ്ണു ഭഗവാൻ, ജയ് വിശ്വമാതാ വസുന്ധരാ ദേവി.